മിഷനിൽ കൃത്രിമം നടത്താൻ നോക്കുന്നു എന്ന് നമ്മളൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു പരാജയ വിധി കൊണ്ട്. അപ്പോൾ എല്ലാവരും അംഗീകരിച്ചല്ലോ. ഞാൻ പറഞ്ഞ സ്ട്രോങ് റൂം പോലും സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യമില്ലാതെ തുറക്കാൻ തയ്യാറാവുന്ന ഒരു സംവിധാനത്തിലേക്ക് കേരളം എത്തിയെന്ന് പറയുമ്പോൾ കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും ജനവിധി അട്ടിമറിക്കാൻ നോക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ എന്തൊക്കെ ചെയ്താലും ശരി, ഇപ്പോൾ ജനവിധിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ മാറ്റമൊന്നും വരുത്താൻ, ഇനി അധികം കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വരുത്താൻ കഴിയില്ല. എന്ത് ചെയ്താലും ജനം അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് പിണറായിക്ക് എതിരാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത്തവണത്തെ റിസൾട്ടിൽ കാര്യമായിട്ടുള്ള അടിയൊഴുക്കൽ നമുക്ക് കാണാം. അത് നമുക്ക് അനുകൂലമായിട്ടുള്ള അടിയൊഴുക്കുകളാണ് നടന്നത്. അപ്പോൾ തന്നെ ഇത്തവണ എത്ര CPM-ൻ്റെ നേതാക്കന്മാർ പാർട്ടി വിട്ടു നമ്മളോടൊപ്പം മത്സരിക്കുന്നു. കോൺഗ്രസിൽ ഔദ്യോഗികമായി ചേർന്ന ഇഷ പോറ്റി, അതിന് പുറമെ TK ഗോവിന്ദനെ പോലുള്ള CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, CPM-ലൊക്കെ ജില്ലാ സെക്രട്ടറി, അതും കണ്ണൂര് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ KPCC-യുടെ ഭാരവാഹിയുടെ അതേ ഇതാണ്, സ്റ്റാറ്റസാണ്. അങ്ങനെയുള്ള ഗോവിന്ദൻ മാഷും TK ഗോവിന്ദനും കുഞ്ഞിക്കണ്ണനും ഉൾപ്പെടെയുള്ളവർ കണ്ണൂർ ജില്ലയിൽ പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടിക്കെതിരെ ശബ്ദം ഉയർത്തിയിരിക്കുന്നു. ഇന്നലെ പത്രത്തിൽ കണ്ടത് പയ്യന്നൂരിലുള്ള ഏതാണ്ട് എല്ലാ CPM-കാരും പുറത്താക്കാൻ പോകുന്നു. ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബ്രാഞ്ച് കമ്മിറ്റി വിളിച്ചു. ഇപ്പം എനിക്കറിയാം മലബാറിലെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. കഴിഞ്ഞ ലോക്സഭ ഞാൻ 2019 വിജയിച്ച തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ എൻ്റെ ബൂത്ത് ഏജൻ്റായിരുന്ന ആളുടെ വീട്ടിൽ കിണറിൽ പൂച്ചേനെ തല്ലിക്കൊന്നു കൊണ്ടിട്ടു. ഇനി വെള്ളം കുടിക്കേണ്ടത്. അങ്ങനെയുള്ള പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലങ്ങളിൽ കുഞ്ഞീഷ്ണ പോലവരെ പുറത്താക്കിയതിൻ്റെ വിശദീകരണത്തിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി യോഗം വിളിച്ചപ്പോൾ ഒരാൾ പോലും പങ്കെടുത്തില്ല. ഇനിയിപ്പോൾ അത് പെട്ടി തുറന്ന് കൗണ്ട് ചെയ്യുമ്പോൾ അറിയാം എന്തൊക്കെ അടിയൊഴുക്കുകൾ പയ്യന്നൂരും തളിപ്പറമ്പിലൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രമാത്രം ഒരു തിരുത്ത് ആ പാർട്ടിയിൽ നിന്നുണ്ടായെങ്കിൽ എന്തുമാത്രം അവർ പ്രയാസം അനുഭവിച്ചു കാണും. പാർട്ടിയിൽ ഇല്ലാത്ത പല പോസ്റ്റുകളുമാണ് പിണറായിക്ക് ചാർത്തി കൊടുത്തത്. ക്യാപ്റ്റൻ ഉണ്ടോ മാർക്സിസ്റ്റ് പാർട്ടിയിൽ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ക്യാപ്റ്റൻ ഉണ്ടോ? റഷ്യൻ വിപ്ലവത്തിൽ ശാലിനെ പോലും ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ കേരളത്തിൽ ക്യാപ്റ്റൻ ഉണ്ടായി. എന്നാലും ആ ക്യാപ്റ്റൻ്റെ വായിൽ നിന്ന് വരുന്ന വാചകങ്ങൾ എന്തെല്ലാം അധികം മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തു. നിർദിഷ്ടജീവി, പരനാറി, ചെറ്റ തുടങ്ങിയ അവസാനം ഡാഷ് മോനിലെത്തി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന. അത് പൂരിപ്പിക്കാഞ്ഞ് കേരളത്തിൻ്റെ മഹാഭാഗ്യം. ഒരു മുഖ്യമന്ത്രി വേറെ മുഖ്യമന്ത്രിനെ വിളിച്ച ഡാഷ് മോനെ, അവിടെ തെരുവിൽ ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ഭാഷയുണ്ട്, ചേർത്തിട്ട് വിളിക്കുന്ന ഭാഷയുണ്ട്. ആ രീതിയിലേക്ക് ഒരു മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു കേരളത്തിൽ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഇവിടെ അനുഭവിച്ച പ്രയാസങ്ങൾ ചില്ലറയല്ല. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഭരണമൊക്കെ മാറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആൾദൈവങ്ങളുണ്ടാവും. അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് അകറ്റി നിർത്തണമെങ്കിൽ നിങ്ങളും ഒരുമിച്ച് നിൽക്കണം. സംഘടന ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതുപോലുള്ള അവതാരങ്ങളെ നിങ്ങൾക്ക് തടുത്തു നിർത്താൻ കഴിയും. NGO അസോസിയേഷൻ ഒരുപാട് പാരമ്പര്യമുള്ളൊരു സംഘടനയാണ്. 1970-കളിൽ അതുവരെ ജോയിൻറ്റ് കൗൺസിലിൻ്റെ ഭാഗമായിരുന്ന ജനാധിപത്യ വിശ്വാസികളായ ജീവനക്കാർ ചേർന്ന് രൂപീകരിച്ചാണ് NGO അസോസിയേഷൻ. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന K. കരുണാകരൻ്റെ അനുഗ്രഹാശിസുകളോടുകൂടിയാണ് ഈ സംഘടന രൂപീകരിച്ചത്. ഒരുപാട് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോയത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കരുത്ത് പ്രകടിപ്പിക്കാൻ കഴിയാറില്ല. ഞാൻ പറഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാവണം. അതായത് നിങ്ങളുടെ സംസ്ഥാന സമ്മേളനം ചേരുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്ന, കേരളത്തിലെ ജനത സന്തോഷിക്കുന്ന സമയത്താണ് നിങ്ങളുടെ സംസ്ഥാന സമ്മേളനം മെയ് മാസം 3-ാം വാരം.
അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങളുടെ സംഘടന അതിശക്തമാണെന്ന് കേരളത്തിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാം. ഒരു വിഭാഗീയത പോലും ഈ സംഘടനയിൽ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല, ഈ 10 വർഷക്കാലം അനുഭവിച്ച ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ എണ്ണി പുതിയ സർക്കാരിനോട് കാര്യങ്ങൾ പറഞ്ഞ് നേടേണ്ട ചുമതലയാണ് ഇനി ഭാവിയിൽ നിങ്ങൾക്കുള്ളത്. ഇതുവരെയും എല്ലാത്തിനെയും വിമർശിച്ചാൽ മതി. ഇതിപ്പോൾ അങ്ങനെയല്ല. നമ്മളന്ന് പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. പങ്കാളിത്ത പെൻഷൻ തീരുമാനമെടുക്കണം. DA കുടിശ്ശിക തീരുമാനമെടുക്കണം. ഇതിനു പുറമെ 5 ഗ്യാരണ്ടികൾ UDF സർക്കാർ നടപ്പാക്കാനുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിണറായി പോകുമ്പോൾ നക്കി തുടച്ച് ഇട്ടൊരു ഖജനാവാണ് ഇവിടെ. അതിനിപ്പോൾ പൂച്ച വെറ്റുമെന്നോ മറ്റേ പട്ടി വെറ്റുമെന്നും പറയണ്ട, നക്കി തുടച്ച് കാലിയാക്കിയ ഖജനാവാണ് നമ്മുടെ മുമ്പിൽ. ഇതുകൊണ്ട് വേണം അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും സാധാരണക്കാർക്കുമുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ. ഒരു ആനുകൂല്യം നമുക്ക് കുറയ്ക്കാൻ സാധ്യമല്ല. ഞാനിപ്പോൾ പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നന്നായി അധ്വാനിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങണം. നമ്മുടെ ആനുകൂല്യങ്ങളും കിട്ടണം, അതിനുള്ള പണം നമ്മൾ ഉണ്ടാക്കണം, അതിന് കൂട്ടായ്മയോടുകൂടെ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ 10 കൊല്ലം നിങ്ങളെ കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത കുറേ ആളുകൾ, നിങ്ങളോടൊപ്പമുള്ള ചില ജീവനക്കാർ ഇനി നിങ്ങളെ ചിരിച്ചും കണ്ണു കാണിച്ചും വരും. നമുക്കൊരു സമരം ചെയ്യണ്ടേ, നമ്മുടെ ആനുകൂല്യങ്ങളൊക്കെ ഒന്ന് വാങ്ങണ്ടേ, അതുകൊണ്ട് നമുക്കൊന്ന് സമരം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം, എന്നിട്ട് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് വാങ്ങാം. ഇത് കേൾക്കുമ്പോൾ അന്ന് മനസ്സ് ചഞ്ചലപ്പെട്ടു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ അത്ര അധ്വാനം ഉണ്ട് നമുക്ക് അടുത്ത 5 വർഷക്കാലം. നിസ്സാരമൊന്നുമല്ല, നിസ്സാരമായിട്ട് കാണരുത്. ഇപ്പോൾ പങ്കാളിത്ത പെൻഷൻ മാറുന്നു, അതോടൊപ്പം തന്നെ DA കുടിശ്ശിക, ഇത് രണ്ടും എത്ര സാമ്പത്തികം വരും? ഇതിന് പുറമെ മറ്റു പല ആനുകൂല്യങ്ങളും നിങ്ങൾ പ്രസംഗിച്ചിട്ടുമുണ്ട്, ഞങ്ങളത് സമ്മതിച്ചിട്ടുമുണ്ട്. നമുക്ക് രണ്ടുപേർക്കും മറക്കാൻ കഴിയില്ലല്ലോ. കാരണം ഇനി ഇലക്ഷൻ വരുമല്ലോ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞത് അവസാനത്തെ ഇലക്ഷൻ അല്ലല്ലോ ഈ കഴിഞ്ഞു പോയത്. 2031 ഇലക്ഷൻ വരുമല്ലോ. ആ ഇലക്ഷനിൽ നമുക്ക് നല്ല ഇമേജോടുകൂടെ നമുക്ക് വീണ്ടും അധികാരത്തിൽ വരണം. മറ്റേ കാര്യം പറയുന്നത് ഭരണ തുടർച്ചയിൽ നമുക്കുണ്ടാവണം. 2 തവണ നമ്മൾ വിചാരിച്ച് പരാജയപ്പെട്ടു പോയതായി. സത്യം പറഞ്ഞാൽ 91-96 കാലത്ത് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പാർട്ടിയിൽ ഒരുപാട് അടിയും തല്ലും ബഹളക്കിയിട്ടത്. എങ്കിൽ പോലും അന്നത്തെ സർക്കാരുകൾ ചെയ്ത കാര്യങ്ങൾ മാത്രം മതിയായിരുന്നു നമുക്കൊരു ഭരണ തുടർച്ച 96 ഉണ്ടാവാൻ. ഇത് തന്നെയാണ് 2006 അവസ്ഥ. അതിലേറെ അനുകൂലമായിരുന്നു സത്യം പറഞ്ഞാൽ 2016. വെറുതെ കൊണ്ട് കയ്യിൽ കൊടുത്ത